യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി RP സ്നേഹ ആവശ്യപ്പെട്ടു. സ്നേഹയുടെ ശബ്ദ സന്ദേശം ചോർന്നതിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ പോരു തുടങ്ങി. സ്നേഹയ്ക്കെതിരെ രാഹുൽ അനുകൂലികളുടെ രൂക്ഷ വിമർശനമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉയരുന്നത്. തന്നെ ആരും ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് സ്നേഹ മറുപടി നൽകി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പറയാം. അത് വളരെ മോശമാണ്. നിങ്ങൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒത്തിരി പെൺപിള്ളാരും കൂടെയുള്ള പ്രസ്ഥാനം, നിങ്ങൾ അങ്ങനെ സംസാരിക്കുക, ഇവർക്കൊക്കെ എതിരെ കൊണ്ട് കേസ് കൊടുക്കുക. വെറുതെ എന്തിനാണ് ഈ പ്രസിഡന്റൊക്കെ പേര് വലിച്ചെടുക്കുന്നത്? അതല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആരോപണം എപ്പോഴും നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റത്തില്ല. ഇതുവരെ നമ്മൾ ഇതുപോലെ ആരോപണങ്ങൾ വന്ന് ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ. പക്ഷെ ഇതങ്ങനെയല്ല. പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ചർച്ച ഉണ്ടാവണം. ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനല്ലേ, സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം. തെറ്റ് ചെയ്തിട്ടില്ലേ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്തം, കടമ അദ്ദേഹത്തിനും ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഷുക്കൂർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഷുക്കൂർ, ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അമർഷമുണ്ട്. ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മാറി നിൽക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഏതായാലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. ഷുക്കൂറിലേക്ക് തിരികെ വരുന്നതിന് മുമ്പ് ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. അതിനുശേഷം ഷുക്കൂറിലേക്ക് വരാം. ഫാൻസ് ബേസ്ഡ് പോസ്റ്റുകളും സാധനങ്ങളൊന്നും കൊണ്ടൊന്നും ഇത് പ്രതിരോധിക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം ഇതിന് വേണം. അപ്പൊ ആ രാഷ്ട്രീയ പ്രതിരോധം നിയമ നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് പ്രസിഡന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യം കൃത്യമായിട്ടുള്ള നിലപാടുകളും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതാണ് നമ്മൾ കൂട്ടി ആലോചിച്ച് ചെയ്യേണ്ടത്. ഒരു സംഘടനയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ ഉടൻ നേതൃത്വം ആലോചിച്ച് ചെയ്യണം. ഇതൊരു പ്രസിഡന്റ് മാത്രമല്ല, വൈസ് പ്രസിഡന്റുമാരുണ്ട്, അഖിലേന്ത്യാ സെക്രട്ടറിമാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ പാർട്ടിക്ക് അനുയോജ്യമായ യുക്തിപരമായ തീരുമാനമെടുത്ത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതാണ് ഇതിൽ വേണ്ടത്. ഷുക്കൂർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഷുക്കൂർ, അതായത് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു. ഈ അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുക എന്നതാണ് ഈ ശബ്ദ സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാറി നിൽക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വളരെ ശക്തമായി ഉയരുന്നത്. ഇന്നലെ ഈ റിനി ജോർജിന്റെ ആരോപണം വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹയാണ് ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പാർട്ടിയിലെ വനിതാ നേതാക്കൾ അടക്കമുള്ളവരുടെ വ്യക്തിത്വം വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമൂഹത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് പാർട്ടിയിലെ വനിതകൾ പോലും പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ കണ്ടു നിൽക്കാനാവില്ല. ഇത് ആരോപണം തെറ്റാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായും ഉയർന്നത്. എന്നാൽ ഇതിനോട് രാഹുലിനെ പിന്തുണക്കുന്ന ചിലർ അനുകൂലമായി പ്രതികരിച്ചു. രാഹുലിനെ പിന്തുണച്ചായിരുന്നു അവരുടെ പ്രതികരണം. ഇതിന് എതിരെയുള്ള ഒരു പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. ഫാൻസ് അസോസിയേഷന്റെ പിന്തുണയിൽ രക്ഷപ്പെടാനാവില്ല, രാഷ്ട്രീയമായി തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള പരിഹാരം ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായം ഉയർന്നു. പിന്നീട് ഇന്നലെ അല്പസമയം മുമ്പ് നമ്മൾ സ്നേഹയുടെ പ്രതികരണം മീഡിയ വണ്ണിൽ വന്നതിന് പിറകെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഇത്തരത്തിൽ വിവരങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ ചോരുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം സ്നേഹ നൽകുന്ന മറുപടി ഇപ്പോൾ നമുക്ക് കേൾപ്പിക്കാനാവും. അതിപ്പോൾ നമ്മുടെ ഡെസ്കിലുണ്ട്, അത് ആൾ തന്നെ നമുക്ക് കേൾപ്പിക്കാം. അതിനകത്ത് സ്നേഹ പറയുന്നത് താൻ എന്തായാലും ഈ ഇത്തരത്തിൽ കണ്ടു നിൽക്കാനാവില്ല, ശക്തമായ പ്രതികരണം തന്നെ വേണ്ടതുണ്ട്, തന്നെ അത് ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല, മൗനം പാലിക്കുന്ന വനിതാ നേതാക്കൾ പോലും ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് അവർ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ശക്തമായ വിമർശനം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിനു പിറകെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം എന്നൊരാവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ ആണ് ഇതിനകത്ത് ഒരു നിലപാടെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തുടരട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അബിൻ വർക്കിയെ, സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം എന്ന ആവശ്യം ഉയർന്നപ്പോഴും ഷാഫി പറമ്പിലിന്റെ നിലപാടാണ് നിർണായകമായത്. ഷാഫിക്ക് ഈ വിഷയത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ കൂടി വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരട്ടെ എന്നൊരു നിലപാട് ഷാഫി
പറമ്പിൽ തുടരുകയും അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പിന്തുണ കിട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വം കൈവിടുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഈ വിമർശനങ്ങളെല്ലാം തന്നെ അവഗണിച്ച് രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുക അത്ര എളുപ്പമാകില്ല. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇപ്പോൾ രാഹുലിനെതിരെ ഗ്രൂപ്പിൽ വിമർശനം തുടരുകയാണ്.